കളമശ്ശേരിയിലെ KSUവിൻ്റെ കഞ്ചാവ് കച്ചവടം ന്യായീകരിച്ച് തീരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അടുത്തൊരു FIR കൂടി എത്തിയിട്ടുണ്ട്. സതീശൻ്റെ സ്വന്തം വത്സലപുത്രനായിട്ടുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഈ ഫോട്ടോയിൽ കാണുന്നത് കണ്ടോ, സതീശൻ ഷോളണിയിക്കുന്ന കൃഷ്ണലാലിനെതിരെ മലപ്പുറം KSU ജില്ലാ സെക്രട്ടറി കൊടുത്ത FIR ആണ് പുറത്തു വന്നിരിക്കുന്നത്. സതീശൻ്റെ വത്സലപുത്രൻ കള്ളും കുടിച്ച് മതോന്മത്തനായി വന്നിട്ട് മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ എടുത്തിട്ട് ഇടിച്ച് നശിപ്പിച്ച് പഞ്ഞിക്കിട്ടിട്ട് പോയി എന്നുള്ള FIR ന്യായീകരിച്ച് കുറേ മെഴുകേണ്ടി വരും. സതീശൻ്റെ കുട്ടികൾ സൂപ്പറാണ്. എറണാകുളം ജില്ലയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ലഹരിക്കെതിരെ നടത്തിയ ജാഥ, അതിലെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ഈ കാണുന്ന കൃഷ്ണലാൽ. ഈ കൃഷ്ണലാലാണ് മഹാരാജാസ് കോളേജിൽ ഈ ലഹരി വിരുദ്ധ ജാഥയ്ക്കിടയിൽ ബാറിൽ കയറി 2 അടിച്ചിട്ട് വന്നിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന KSUവിൻ്റെ യൂണിറ്റ് യോഗത്തിന് ശേഷം ലേഡീസ് ഹോസ്റ്റലിന് മുന്നിൽ നിൽക്കുകയായിരുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിയാസിനെ കാര്യമായിട്ട് എടുത്തിട്ട് പെരുമാറി എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. SFIക്കാരല്ല എങ്കിൽ ഇനിയിപ്പോൾ SFIയുടെ വ്യാജ പരാതി എന്ന് പറയാമായിരുന്നു. ഈ കാണുന്നതാണ് ആ പരാതി. പേരൊന്ന് വായിച്ചു നോക്കൂ. മുഹമ്മദ് നിയാസ്, മലപ്പുറം സ്വദേശിയാണ്. അഡ്രസ്സും ഫോൺ നമ്പരെല്ലാം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വെച്ചിട്ടുണ്ട്. അലോഷി സേവ്യറിന് കൊടുത്തിരിക്കുന്ന പരാതിയാണ്. ഇതോടൊപ്പം തന്നെ കേരള പോലീസിനും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിലെ കുറച്ച് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതൊന്ന് വായിച്ച് കേൾക്കേണ്ടതാണ്. കാര്യം മലയാളത്തിലല്ലാത്തത് കൊണ്ട് പലർക്കും പിടി കിട്ടിയിട്ടില്ല. എന്തായാലും അതിൽ ആ യെല്ലോ പാർട്ട് അതൊന്ന് കേൾക്കണം. They were clearly angry with the announcement of the unit president in the meeting. After the conference, I was standing with the students of the unit in front of the college ladies hostel when the above said members came in a car and asked me to accompany them to talk about some issues. They picked me up in the car and took me to a deserted place near the college stadium. I could clearly smell the odor of alcohol in their breath, and being in fast, I was very disturbed. Yet I was not surprised of this, as we have found the president and companions in worse conditions before. ഇത് ഒരു ചെറിയ പാർട്ടാണ് അലോഷി സേവ്യറിന് കൊടുത്തിരിക്കുന്നതിൽ. മദ്യപിച്ച് മതോന്മത്തനായി എന്നെ കാറിൽ പിടിച്ചുകൊണ്ട് പോയി എന്ന് ഇംഗ്ലീഷിൽ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നതാണ്. എന്നിട്ടാണ് കൊണ്ടുപോയി പഞ്ഞിക്കിട്ടത്. എന്തിനാണ്? മേലാൽ ഈ കോളേജിൽ കയറിപ്പോരുത്, നിന്നെ എനിക്ക് ഒരു തരത്തിലും കാണാൻ പറ്റില്ല. ഈ നിയാസ് എന്ന് പറയുന്ന വ്യക്തി റമദാൻ മാസത്തോടനുബന്ധിച്ച് നോമ്പ് കൂടി പിടിച്ചിരിക്കുന്ന സമയമാണ്. ആ പരിഗണന പോലും കൊടുക്കാതെയാണ് എന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടിയതെന്നാണ് പരാതി. ആ പരാതിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യാജ വാർത്തയെന്ന് പറയും. എന്നാൽ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ടെ. KSU മുൻ യൂണിറ്റ് പ്രസിഡന്റിന് ജില്ലാ പ്രസിഡന്റിന്റെ മർദ്ദനം. മഹാരാജാസ് കോളേജിലെ KSU മുൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് നിയാസിനെയാണ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. മദ്യപിച്ച് ആക്രമിച്ചുവെന്നാണ് പരാതി. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. ഇതോടൊപ്പം തന്നെ SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷോ ഈ പരാതി പങ്കുവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഗംഭീര സാധനമാണ്, അതൊന്ന് കേൾക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. എന്തായാലും കാടും പടലും ഇളക്കിയാണ് അലോഷി എറണാകുളം വിട്ടത്. ജാഥ കടന്നുപോയതിന് പുറകെ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റിനെതിരെ മലപ്പുറം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതി പുറത്തു വന്നിട്ടുണ്ട്. നോമ്പ് നോറ്റ് ക്ഷീണിതനായ, നോമ്പ് തുറക്കാനായി പള്ളിയിലേക്ക് പോകാൻ നിന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറി നിയാസിനെ മദ്യപിച്ച് ലക്കുകെട്ട് കാറിൽ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞിടത്ത് വെച്ച് എറണാകുളം ജില്ലാ പ്രസിഡന്റും പരിവാരങ്ങളും വളഞ്ഞിട്ട് തല്ലുന്നു. നോമ്പിൻ്റെ ക്ഷീണത്താലും മർദ്ദനത്തിൽ വലഞ്ഞും നിലത്ത് വീണുപോയ നിയാസിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ ശേഷം എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചാൽ കൊന്നുകളയമട, സുധാകരൻ സതീശന് വിളിച്ച പ്രയോഗങ്ങൾ എന്ന് ആക്രോശിച്ച് കടന്നു കളയുന്നു. KSU മലപ്പുറം ജില്ലാ സെക്രട്ടറി നിയാസിനെതിരെ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFIയെ പിരിച്ചുവിടണമെന്ന ചെന്നിത്തലയുടെയും സതീശൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ കമൻ്റായി തൂക്കാൻ അഭ്യർത്ഥിക്കുന്നു. ട്രോളൽ എന്ന് പറഞ്ഞാൽ അപാര ട്രോളൽ. കേരളത്തിൽ KSU എന്ന് പറയുന്ന ഒരു സംഘടന ലഹരിക്കച്ചവടം, തമ്മിലടി തുടങ്ങിയ മഹത്തരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുമ്പോഴും കേരളത്തിൽ ഇതൊന്നും വലിയ വാർത്തയല്ല, ചർച്ചയല്ല. സ്വന്തം സംഘടനയിലെ ജില്ലാ ഭാരവാഹിയെ മദ്യപിച്ച് വന്ന് കൈകാര്യം ചെയ്യുക, എന്നിട്ട് ലഹരിക്കെതിരായിട്ടുള്ള ജാഥ നയിക്കുക. എത്ര മഹത്തരമായ ആചാരങ്ങൾ. ഇനി പുറത്തു വന്നിട്ട് SFIയിലുള്ളവർ ക്രിമിനൽസാണ്, ഭീകരന്മാരാണെന്നൊക്കെ
സതീശനും ചെന്നിത്തലയും നിരന്നു നിന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ കോലും നീട്ടി വണങ്ങി നിൽക്കുന്ന മാപ്രകൾ കൊടുക്കുന്ന വാർത്തകൾ കൂടി വായിക്കുമ്പോഴാണ് ബഹുരസമാകുന്നത്. അതായത് ഏത് തരം തോന്നിവാസ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞാലും അവർ മഹാന്മാർ. അവർക്കെതിരെയുള്ള വാർത്തകൾ വലിയ വിസ്ഫോടനമല്ല, ചർച്ചയല്ല. പക്ഷേ നമുക്കത് പുറത്ത് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും സതീശൻ വളർത്തിക്കൊണ്ടുവരുന്ന എറണാകുളം ജില്ലയിലെ മറ്റൊരു ക്രിമിനലായിട്ടുള്ള കൃഷ്ണലാലിന്റെ പ്രവർത്തനമാണ്. ലഹരി കച്ചവടത്തോടൊപ്പം തന്നെ ജില്ലയിലെ ബാക്കിയുള്ളവരെല്ലാം എത്രമാത്രം ലഹരി വിരുദ്ധരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കൃഷ്ണലാൽ ബാറിക്കേറി അടിച്ചതല്ല, അത് സോമരസം നുണഞ്ഞതാണെന്ന് ഇനി വേണമെങ്കിൽ ന്യായീകരണം പുറത്തു വരും. ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. നേരത്തെ കളമശ്ശേരിയിൽ അറസ്റ്റിലായവരും ഇപ്പോഴും KSUവിൽ തുടരുകയാണ്. ലഹരിക്കെതിരെ KSUവിന്റെ പോരാട്ടവും പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കാതെ സതീശനും സുധാകരനും ചെന്നിത്തലയും അതിനോട് നടത്തുന്ന ശക്തമായ പോരാട്ടം കാണണം. ഇതിനെ നിരോധിക്കണമെന്ന് പോലും അവർ ആവശ്യപ്പെടില്ല. ഇതൊക്കെ കുട്ടികളല്ലേ, സ്വാഭാവിക പ്രക്രിയയല്ലേ. അതാണ് ന്യായീകരണം. ഗംഭീരം, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല.